So, unit number 7, gravitation. So, gravitational force. അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് എ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്. ന്യൂക്ലിയർ ഫോഴ്സ് ആണ് സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ ദ യൂണിവേഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ദ വീക്കസ്റ്റ് ഫോഴ്സ്. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന, ഇവിടെ എൻ്റെ ലാപ്പ് ഇരിക്കുന്ന, ഇവിടെ എൻ്റെ ഡെസ്ക് ഇരിക്കുന്ന, ഇവിടെ എൻ്റെ ഗ്ലാസ് ഇരിക്കുന്ന, ഇവിടെ എൻ്റെ വൈഫൈ ഇരിക്കുന്ന എല്ലാ ബോഡികളും, മാസുള്ള എല്ലാ വസ്തുക്കളും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ആക്ച്വലി ദാറ്റ് ഈസ് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. Gravitational force is a attractive force between every matter. It is the attractive force. Attractive force between any two masses. ഇപ്പം രണ്ട് മാസമുള്ള രണ്ട് ബോഡികൾ ഇരിക്കുവാണെങ്കിൽ അത് തമ്മിൽ എപ്പോഴും ഒരു അട്രാക്ഷൻ ഉണ്ട്. അതിനെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇപ്പം നോക്കിയേ, ഇത് നമ്മുടെ എർത്ത് ആണെന്നിരിക്കട്ടെ, ഇത് നമ്മുടെ സണ്ണാണെന്നിരിക്കട്ടെ. ഇപ്പൊ സണ്ണും എർത്തും തമ്മിൽ എന്തുണ്ട്? സണ്ണും എർത്തും തമ്മിൽ എന്തുണ്ട്? there is a gravitational force is there. അതുപോലെ തന്നെ എർത്തിനടുത്ത് ഇവിടെ മൂൺ ഉണ്ടെന്ന് വെച്ചാൽ മൂൺ, ചന്ദ്രനുണ്ട്. ഈ മൂണും എർത്തും തമ്മിൽ എന്തുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. മൂവും സണ്ണും തമ്മിൽ എന്തുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. സണ്ണും എർത്തും തമ്മിൽ എന്തുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പം ഏത് മാസമുള്ള രണ്ട് ഒബ്ജക്റ്റ് ആണെങ്കിലും ആ ഒബ്ജക്റ്റുകളെല്ലാം തമ്മിൽ എന്തുണ്ട്? എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. രണ്ട് വസ്തുക്കൾ തമ്മിൽ എപ്പോഴും ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ഇനി ഇത് പറയുന്ന തിയറം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇപ്പൊ നമ്മൾ പറയുകയാണ് രണ്ട് വസ്തുക്കൾ, ലെറ്റ് കൺസിഡർ ദിസ് ഈസ് മാസ് m1 ആൻഡ് ലെറ്റ് കൺസിഡർ ദിസ് ഈസ് മാസ് m2. ഞാൻ മാസ് രണ്ടും വ്യത്യാസം ഉള്ളത് കൊണ്ട് വലിപ്പം കൂട്ടിയും കുറച്ചും വരച്ചതേ ഉള്ളൂ. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ആർ ആണെങ്കിൽ the gravitational force is directly proportional to the product of the two masses, and gravitational force is inversely proportional to square of the distance of separation. എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? F directly proportional to m1 m2 by r square. ശരിക്കും നോക്കി നമ്മുടെ കൂളോംസ് ലോ പോലെ തോന്നുന്നില്ലേ? നിങ്ങളത് പഠിച്ചിട്ടില്ല, അടുത്ത വർഷം നമ്മൾ പഠിക്കും. അപ്പോൾ F directly proportional to m1 m2 by r square. F is equal to a constant into m1 m2 by r square. ആ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞില്ലേ? ആ കോൺസ്റ്റന്റിന്റെ ആണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കോൺസ്റ്റന്റ് G ഇൻറ്റു m1 m2 by r square എന്നെഴുതുന്നു. ആക്ച്വലി ഇപ്പൊ എഴുതിയ ഈ ഡെറിവേഷൻ, ഈ ലോ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ദ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇവിടെ പറഞ്ഞോ ലക്ഷ്മി. ഹലോ, ഇവിടെ കേൾക്കാമെങ്കിലേ താങ്കൾ ക്ലാസ് കൂടിക്കോളൂ. എന്താണ് ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ലിങ്ക് ജനറേറ്റ് ചെയ്ത് അയച്ചു തരും. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു F is equal to G into m1 m2 by r square. രണ്ട് മാസുകള് m1ഉം m2ഉം r എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിൽ ഇരിക്കുകയാണെങ്കിൽ അതിന് രണ്ടിനിടയ്ക്ക് ഉണ്ടാകുന്ന ഫോഴ്സിന്റെ വാല്യൂ ആണ് പറഞ്ഞത് G is equal to m1 m2 by r square. അപ്പോൾ ജിയുടെ വാല്യൂ നമ്മൾ പഠിക്കണം. ജിയുടെ വാല്യൂ ഇതാണ് 6.67 into 10⁻⁻11.
അങ്ങനെയെങ്കിൽ കാർത്തി ജിയുടെ യൂണിറ്റ് ഏതായിരിക്കും? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ ജി? മീറ്റർ പെർ സെക്കൻഡ്. അതാണ് ഞാൻ പറഞ്ഞത്, തെറ്റിപ്പോകും. സ്മോൾ ജി അല്ലായിരുന്നോ നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? സ്മോൾ ജി ആണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇപ്പൊ ഇവിടെ ഞാൻ ആ ചോദ്യം കണ്ടു, ഇതിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ. അപ്പൊ നമ്മൾ തന്നെ ഈ ഓട്ടോമാറ്റിക് ആയിട്ട് ചിലപ്പോൾ ഇതിന് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതും. പക്ഷെ അതാണോ ഇത്? അല്ല. ക്യാപിറ്റൽ ജി എന്നാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കോൺസ്റ്റന്റ്. അതാണ് എന്ത്? ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത്. അപ്പൊ ക്യാപിറ്റൽ ജിയുടെ വാല്യൂ കാണാൻ, അല്ലെ യൂണിറ്റ് കാണാൻ നിങ്ങൾക്ക് അറിയാം. ഇതിനെല്ലാം അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കൊണ്ടായ ഒരു വശത്താവൂലേ ജി. ജി ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 m2. ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ മാസിന്റെ കിലോഗ്രാം റേസ് ടു -2. സോ ക്യാപിറ്റൽ ജി ഈസ് ഈക്വൽ ടു 6.67 ഇൻറ്റു 10 റേസ് ടു -11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റേസ് ടു -2. ഇനി ക്യാപിറ്റൽ ജിയുടെ യൂണിറ്റ് ചോദിച്ചാൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതുവോ? ഇല്ല. ക്യാപിറ്റൽ ജിയുടെ യൂണിറ്റ് കാണാതെ പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മളുടെ എഫിന്റെ ഇക്വേഷനിൽ നിന്ന് ജിനെ ഒരു വശത്താക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസിലി വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ ജി. ദെൻ ദ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ ജി അല്ലെ മാഗ്നിറ്റ്യൂഡ് ഇത് ഒരുമിച്ച് പറയുകയാണെങ്കിൽ 6.67 ഇൻറ്റു 10 റേസ് ടു -11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റേസ് ടു -2. ഓക്കെ. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ക്യാപിറ്റൽ ജിക്ക് ഒരു ഡെഫിനിഷൻ പറയാവോ? ക്യാപിറ്റൽ ജിനെ ഡിഫൈൻ ചെയ്യാവോ? നോക്കിക്കേ, എഫ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 2 മാസം 1 ആണെങ്കിൽ 1 വരികയല്ലേ, 1 ഇൻറ്റു 1. ഡിസ്റ്റൻസും 1 ആണെങ്കിൽ എന്നാന്ന് പറയാം? ഫോഴ്സ് തന്നെയാ ജി എന്ന് പറയാം അല്ലേ? സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കോൺസ്റ്റന്റ് ജി ഈസ് ഡിഫൈൻഡ് ആസ് എന്നാന്ന് പറയാം? The force between two bodies with mass എത്രയായിരിക്കും? 1 കിലോഗ്രാം ഉള്ള 2 വസ്തുക്കൾ 1 മീറ്റർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്താൽ അതിനിടയ്ക്ക് ഉണ്ടാകുന്ന ഫോഴ്സ് തന്നെയാണ് എന്ത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കോൺസ്റ്റന്റ്. ബാക്കിയുള്ള എല്ലാ വാല്യൂവിനും 1 എന്ന് അല്ല യൂണിറ്റ് എന്ന് കൊടുത്താൽ മതി. മനസ്സിലായി? ഇതെല്ലാം ഇതിനകത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇവിടെ കിടക്കുന്ന നോക്കൂ, ഫൈൻഡ് ഔട്ട് ദ എക്സ്പ്രഷൻ ഫോർ ജി, അതായത് എഫ് ഈക്വൽ ടു ജി m1 m2 ബൈ ആർ സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്യുക. എന്നിട്ട് അതിന്റെ എസ് ഐ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. എസ് ഐ യൂണിറ്റ് ആണ് ഇപ്പം നമ്മൾ എഴുതിയത്. ഇതിന്റെ എസ് ഐ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റേസ് ടു -2. അതിന് ശേഷമാണ് പറഞ്ഞിരിക്കുന്നത് ഡിഫൈൻ ക്യാപിറ്റൽ ജി ആൻഡ് അതിന്റെ യൂണിറ്റ്. അപ്പൊ ക്യാപിറ്റൽ ജി ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കോൺസ്റ്റന്റ് എഴുതിയിട്ട് എന്നാ എഴുതണം? It is a force developed between two bodies with equal mass of 1 kilogram and which are separated by a distance 1 meter. മനസ്സിലായോ? ജി എന്താണ്? ജിയുടെ യൂണിറ്റ് എന്നാണ്? ജിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ജിയുടെ വാല്യൂ എങ്ങനെയാണ്? എഴുതിയെടുക്കുക. ഞാനൊരു ചോദ്യം തരുവാണ്. ആ ചോദ്യത്തിന്റെ ആൻസർ ആണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. അതായത് റിലേഷൻ കണക്റ്റിംഗ് സ്മോൾ ജി ആൻഡ് ക്യാപിറ്റൽ ജി. റിലേഷൻ കണക്റ്റിംഗ് സ്മോൾ ജി ആൻഡ് ക്യാപിറ്റൽ ജി. സ്മോൾ ജി എന്നാന്ന് ഞാൻ പറഞ്ഞേ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ക്യാപിറ്റൽ ജി എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കോൺസ്റ്റന്റ്. ഓക്കെ. ഇനി ഞാൻ പറയാണ്, നമ്മളിപ്പം നമ്മളുടെ എർത്ത് കൺസിഡർ ചെയ്തു. ഏതാ കൺസിഡർ ചെയ്തേ? നമ്മളുടെ ഭൂമി അല്ലെങ്കിൽ എർത്ത് കൺസിഡർ ചെയ്തു. അപ്രോക്സിമേറ്റ്ലി ഒരു ജിയോയിഡൽ ഷേപ്പ് ആണ്, അത് സ്പിയർ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യട്ടെ. അതിന്റെ സെൻട്രൽ നിന്നുള്ള റേഡിയസ് നമ്മൾ ഈ പറയുന്ന പോലെ ക്യാപിറ്റൽ ആർ എന്ന് എടുത്തു. കുഴപ്പമില്ലല്ലോ.
ക്യാപിറ്റൽ ആർ റേഡിയസ്. എർത്തിന്റെ മാസിനെ ഞാൻ ക്യാപിറ്റൽ എം എന്നും എർത്തിന്റെ സർഫസിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ മാസിനെ സ്മോൾ എം എന്നും എടുത്തു. അങ്ങനെയെങ്കിൽ ഈ എർത്തും ഇതും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ആയിരിക്കും എഫ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ക്യാപിറ്റൽ എം സ്മോൾ എം ബൈ ആർ സ്ക്വയർ അല്ലേ? നമുക്കറിയാം ഈ ചെറിയ ബോഡി സ്മോൾ എം ഇസ് പ്ലേസ്ഡ് അറ്റ് ദ എന്നാ പറഞ്ഞ അറ്റ് ദ സർഫസ് ഓഫ് ദി എർത്ത് അല്ലേ? അത് സർഫസിൽ ഇരിക്കുവാണെങ്കിൽ സ്മോൾ ജി ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ സ്മോൾ ജി ആയിട്ട് കണക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ ഏതാണ്? എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി അല്ലേ? സ്മോൾ എം ആ വസ്തുവിന്റെ മാസ് ഇൻറ്റു ജി ആയിരിക്കും ഫോഴ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം സ്മോൾ എം ബൈ ആർ സ്ക്വയർ. ശരിയല്ലേ? അപ്പൊ നോക്കിയേ, ഈ എമ്മും ക്യാൻസൽ ആയി പോയി, കിട്ടി ആൻസർ കിട്ടി. സ്മോൾ ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി, എമ്മിന്റെ ചുവട്ടി വേണം ഞാനൊരു കുഞ്ഞ് ഇ എഴുതിയേക്കാം. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ആർ ആയിരുന്നു. ക്യാപിറ്റൽ എം ഇ ബൈ ക്യാപിറ്റൽ ആർ ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ജി എം ബൈ ആർ സ്ക്വയർ എന്ന് ഓർത്താൽ മതി. സോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു ജി പറഞ്ഞേ ജി എം ഇ ബൈ ആർ ഇ സ്ക്വയർ. ഇതായിരുന്നു ചോദ്യം. ചോദ്യം കേട്ടെ. വെയിറ്റ് ഓഫ് എ ബോഡി ഈസ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ എക്സ്പീരിയൻസ്ഡ് ഇൻ ഇറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പം ക്വസ്റ്റ്യൻ 2010 സെയുടെ ചോദ്യമായിരുന്നു. അതായത് എഫ് എന്ന് പറയുന്നത് മാസിന്റെയും ആക്സലറേഷന്റെയും പ്രൊഡക്ഷൻ ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുക. ഓപ്ഷൻ എ, obtain an expression for acceleration due to gravity of the body in terms of mass of earth. അതായത് സ്മോൾ ജി മാസ് ഓഫ് എർത്തിന്റെ ടേമിൽ ഡിറൈവ് ചെയ്യാനാ ചോദ്യം. കണ്ടോ, നേരെ ഇങ്ങനെ എഴുതാൻ പറഞ്ഞോ? ഇല്ല. ഇപ്പൊ എന്നാ ചെയ്യണ്ടേ? സ്മോൾ ജീനെ മാസ് ഓഫ് എർത്തിന്റെ ടേമിൽ എഴുതണമെങ്കിൽ ഏത് വരണം നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. അതല്ലെങ്കിൽ റേഡിയസ് ഓഫ് എർത്തിന്റെ ടേമിൽ മാറ്റി ചോദിക്കാൻ പരീക്ഷയ്ക്ക്. സ്മോൾ ജി റേഡിയസ് ഓഫ് എർത്തിന്റെ ടേമിൽ, സ്മോൾ ജി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കോൺസ്റ്റന്റിന്റെ ടേമിൽ, ഇതിലെല്ലാത്തിനും ഏതാണ് നമ്മുടെ ആൻസർ? ഈ ഡെറിവേഷൻ അല്ലേ? എഫ് ഈസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ. ഇത് നമുക്ക് തന്ന സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എഴുതിയതാണ്. എഫ് ഈക്വൽ ടു എം എ അല്ലെ എം ജി. എമ്മും വസ്തുവിന്റെ മാസും ക്യാൻസൽ ആയി പോയി. സോ ജി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. എർത്തിന്റെ മാസും എർത്തിന്റെ റേഡിയസും ആയതുകൊണ്ട് ഞാൻ കുഞ്ഞൊരു ക്യാപിറ്റൽ ഇന്ന് ആവശ്യം ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ ഇടാതിരിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ബി. If you imagine the motion of a body from the center of the earth to the surface of the moon. അയ്യോ, ഇത് ഭൂമി, ഇത് മൂൺ, ഇത് എർത്ത്. നല്ല ചോദ്യമാണ് ഇതൊക്കെ. ഇത് മൂൺ. ഇങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ എന്നാ ചെയ്യും? ആ വസ്തു എവിടെയാണ് ഇരിക്കുന്നത്? എർത്തിന്റെ സെൻട്രൽ നിന്ന് മൂണിന്റെ സർഫസിലേക്ക്, ഇവിടെ എ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്. ഇങ്ങോട്ട് പോകണം. എ is an object which can move from the center of earth to the surface of moon. Okay, what change will you observe in the weight of the body during this motion? ഇങ്ങനെ ഈ വസ്തു ഇതിന്റെ സെൻട്രലിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ വെയിറ്റിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? വാട്ട് ഈസ് ദ വേരിയേഷൻ ഓഫ് വെയിറ്റ്? ഈ ഒരു ഇക്വേഷനെ ആകെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ അല്ലേ? ഇനി ഈ ചാപ്റ്റർ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേറൊരു ഘടകമൊന്നുമില്ല. അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾ എഴുതണം. പറയാവോ കാർത്തി എന്തെങ്കിലും ഉത്തരം? ഈ
വെയിറ്റ് എങ്ങനെ വരും? കുറയും. വെയിറ്റ് കുറയും എന്ന് പറയാൻ പറ്റില്ല. 2-3 രീതി വരും. ആദ്യം ഇവൻ എവിടെയായിരിക്കണേ? സെൻട്രലായിരിക്കുന്നല്ലേ. സെൻട്രലിൽ നമുക്ക് റേഡിയസ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് പറയാം എർത്തിന്റെ സെൻട്രൽ സ്മോൾ ജിയുടെ വാല്യൂ 0 ആണ്. ഏറ്റവും നടുക്കത്തെ വെയിറ്റ് എത്രയാണ്? 0. മനസ്സിലായോ? പറയുന്നത് വളരെ ശ്രദ്ധിച്ചോണം. എർത്തിന്റെ സെൻട്രൽ ജിയുടെ വാല്യൂ 0 ആണ്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യും തോറും ആ വസ്തുവിനെ ഭൂമി എന്നാ ചെയ്യും? വലിച്ചു പിടിക്കാൻ ശ്രമിക്കും. മനസ്സിലായോ? അപ്പം എർത്തിന്റെ സർഫസിലാണ് ഏറ്റവും കൂടുതൽ ജി മാക്സിമം ആവും. അപ്പൊ വെയിറ്റ് മാക്സിമം എവിടെയായിരിക്കും? എർത്തിന്റെ സർഫസിൽ. നോക്കി എന്തൊക്കെ നല്ല ഐഡിയകളാണ്. ഇനി നോക്കിയേ, ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ മുതൽ ഇവിടം വരെ ഒരു കണ്ടീഷൻ. ഇനി ഇവിടുന്ന് മൂവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ബോഡി മുകളിലോട്ട് എറിയുമ്പം ഗ്രാവിറ്റേഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് അല്ലേ? -g എടുക്കും അല്ലേ? അപ്പൊ എന്നാ പറ്റും? എർത്തിന്റെ സർഫസിൽ നിന്ന് മൂണിന്റെ സർഫസിലേക്ക് പോകുമ്പം ഹൈറ്റ് കൂടി പോകും. ജി എന്നായും കുറഞ്ഞു വരും. ജി റെഡ്യൂസ്ഡ്. അപ്പൊ എന്നാ പറ്റും? വെയിറ്റ് എന്നായും കുറഞ്ഞു പോകും, മിനിമം വാല്യൂവിലേക്ക് പോകും. ഇനി മൂണിന്റെ അടുത്തെത്തുമ്പോ എന്നാ പറ്റും? മൂണിന്റെ അടുത്തെത്തുമ്പോ മൂണിനൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടല്ലേ? മൂണിന്റെ അടുത്തെത്തുമ്പോ മൂണിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും കുറവാണെന്നും അതുകൊണ്ട് മൂണിൽ ചെന്നാൽ നമ്മളിങ്ങനെ ഒഴുകി നടക്കുന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം പക്ഷേ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ഇവിടെ ഒരു വാക്വം റീജിയൻ ആയിരുന്നു, ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ ജി ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ എത്താറാകുമ്പോ എന്നാ പറ്റി? ഇവിടെ ജി ഓഫ് മൂണുണ്ട്. അപ്പൊ വീണ്ടും അങ്ങേയറ്റത്തുമ്പോ വീണ്ടും എന്നാ പറ്റും? വെയിറ്റ് ഇൻക്രീസ്ഡ് ചെയ്യും. ഉണ്ട്. ഇത്രയും വ്യത്യാസം ഉണ്ടോ ആൻസറിന്? ചുമ്മാ കുറയൂന്ന് പറഞ്ഞാൽ എങ്ങനെ 2 മാർക്ക് തരും? ആര് തരും? ഞാൻ ആ ഉത്തരം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ശ്രദ്ധിച്ചിരി. The weight of the body at the center of the earth will be 0. ബ്രാക്കറ്റ് തന്നിരിക്കുകയാണ്, കാരണം ജി 0 ആയതുകൊണ്ടാണ്. ആദ്യം തന്നെ എഴുതണം, അറ്റ് ദ സെന്റർ ഓഫ് ദ എർത്ത് the weight is equal to 0 because the acceleration due to gravity at the center equal to 0. It will increase in moving from the center of earth to the surface. Bracket due to the increase in g. എർത്തിന്റെ സർഫസിലേക്ക് പോകും തോറും ജി എന്നാ പറ്റും? കൂടി വരും. And the maximum value of weight is obtained at the surface of the earth. ഒരു സെക്കൻഡ് കേട്ടോ. നമുക്ക് നമ്മളുടെ ഭൂമിയുടെ റേഡിയസ്, ആവറേജ് റേഡിയസ് തന്നിരിക്കുക. അത് കൃത്യം വാല്യൂ എന്നല്ല, ഏകദേശ വാല്യൂ. എന്നാലും ഏകദേശം ശരി തന്നെയാണ്. അപ്രോക്സിമേറ്റ്ലി ഭൂമിയുടെ റേഡിയസ് എന്ന് പറയുന്നത് 6400 × 10⁻³ 6400 × 10⁻³ കിലോമീറ്റർ. ഓക്കെ. ഫൈൻഡ് ഔട്ട് ദ മാസ് ഓഫ് ദ എർത്ത്. ചെയ്യാവോ? ഇങ്ങനെയാണ് ചോദ്യം വരുന്നത്. അപ്പോഴാണ് നമ്മൾ കുഴയണത്. ഭൂമിയുടെ റേഡിയസ് R തന്നിട്ടുണ്ട്. ഭൂമിയുടെ മാസ് M എന്ന M കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? G = G m
M ബൈ ആർ സ്ക്വയർ. ഞാൻ എം R കാണാൻ square. ചെയ്യണം. എം ഈസ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ബൈ ക്യാപിറ്റൽ ജി. ജിയുടെ വാല്യൂ എത്രയാണ്? 9.8 അല്ലേ? ഇൻറ്റു ആർ സ്ക്വയർ 6400 ഇൻറ്റു 10⁻³ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ജിയുടെ വാല്യൂ എത്രയാണ് തന്നെ? 6.67 ഇൻറ്റു 10⁻11. ചെയ്ത് കണ്ടുപിടിക്കാവോ? ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 6.018 ഇൻറ്റു 10⁻24 കിലോഗ്രാം. ഇത്രയും ഭാരമുണ്ട് ഭൂമിക്ക്. കണ്ടോ? ഇപ്പൊ ജിയുടെ ഒരു ഇക്വേഷനെ ആകെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ അല്ലേ? അത് വെച്ച് അതെന്താണ്, അത് എങ്ങനെ ഡിറൈവ് ചെയ്തു, അത് വെച്ച് ഇപ്പൊ വേറെ ഗ്രഹത്തിലേക്ക് പോകുമ്പോഴുള്ള വ്യത്യാസം എന്നാണ്, ഭൂമിയുടെ മാസ് എന്നാന്ന് കണ്ടുപിടിച്ചു അല്ലേ? എന്നാ ഒരു ചോദ്യം ഞാൻ ചോദ്യം, വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഓഫ് അവർ എർത്ത്? ഭൂമിയുടെ ഡെൻസിറ്റി എത്രയാണ്? അത് തന്നെ ചെയ്യാവോ? വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഓഫ് എർത്ത്? ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് മാസ് ബൈ വോളിയം. അപ്പം മാസ് ബൈ സ്പിയർ ഷേപ്പ് ആണെന്നല്ലേ നമ്മൾ അസ്യൂം ചെയ്ത്. വോളിയം എത്രയാ? 4/3 പൈ r³ അല്ലേ? ഇപ്പൊ എല്ലാം ആയില്ലേ നോക്കി. മാസ് ഇവിടെ കിട്ടി അല്ലേ? ആ മാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 6.018 ഇൻറ്റു 10⁻24 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3.14 ഇൻറ്റു ആർ എത്രയായിരുന്നു? 6400 ഇൻറ്റു 10⁻³ ഹോൾ ക്യൂബ് ബൈ 3 എന്നുള്ളത് മുകളിൽ പോകും. ശരിയല്ലേ? ദാറ്റ്സ് ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി നിങ്ങൾ ചെയ്യണം 5.478 ഇൻറ്റു 10⁻³ കിലോഗ്രാം m/⁻³ എഴുതിയെടുത്തേ രണ്ടും. എന്നിട്ട് കാൽക്കുലേറ്ററോ മറ്റോ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയേര്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഭൂമിയുടെ സെന്ററിൽ നിന്ന് ഭൂമിയുടെ സർഫസ് വരെ വരുമ്പോൾ ജിയുടെ വാല്യൂന്റെ വ്യത്യാസം എങ്ങനെയാ? ജിയുടെ വാല്യൂ ഏറ്റവും മിനിമം എവിടെയാ? സെന്ററിൽ ഏറ്റവും മിനിമം അല്ലേ? ജിയുടെ വാല്യൂ മാക്സിമം എവിടെയാണ്? സർഫസിൽ. ഇനി ഞാൻ പറയാണ്, ഇത് നമ്മുടെ എർത്ത്. ഈ എർത്തിന്റെ സർഫസില്, അതായത് ആ റേഡിയസ് ഉള്ള എർത്തിന്റെ സർഫസിൽ നിന്ന് h ഡിസ്റ്റൻസോടെ ഹൈറ്റിൽ ഒരു പോയിന്റ് ആണെങ്കിൽ, ഇത്രയും കൂടെ മുകളിലാണ് നമ്മുടെ വസ്തു ഇരിക്കുന്നതെങ്കിൽ, ആ പോയിന്റിൽ ഇവിടുത്തെ വാല്യൂവിനെ ഞാൻ ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന അക്സലറേഷൻ ജി പ്രൈം എന്നിരിക്കട്ടെ. ജി പ്രൈം ഈ എച്ച് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ജി പ്രൈം കൂടുവോ കുറയുവോ? അത് യു വാണ്ട് ടു പ്രൂവ് ഇൻ, അത് നമ്മൾ ഡിറൈവ് ചെയ്യണം. മനസ്സിലായോ? പറഞ്ഞുതരാം. ജിയുടെ ശരിക്കുള്ള വാല്യൂ എത്രയാണ്? ജി ഈസ് ഈക്വൽ ടു gm/r². ശരിയല്ലേ? ഈ പോയിന്റിലാണെങ്കിലോ ജി പ്രൈം ഈസ് ഈക്വൽ ടു gm ബൈ, ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ r+h ആയി അല്ലേ? r+h ഹോൾ സ്ക്വയർ. That is equation 2. This is equation number 1. വളരെ സിമ്പിൾ ആയിട്ടൊക്കെ. 2നെ 1 കൊണ്ട് ഹരിക്കുക. g പ്രൈം ഡിവൈഡഡ് ബൈ g is equal to gm ഡിവൈഡഡ് ബൈ r+h ഹോൾ സ്ക്വയർ all divided by gm by r². ശരിയല്ലേ? ഇതിനെ ഹരിക്കാൻ വേണ്ടി റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. gm by r+h ഹോൾ സ്ക്വയർ ഇൻറ്റു r² ഡിവൈഡ് ബൈ gm. ഇതും കെട്ടിപ്പോയി, ഇതും വെട്ടിപ്പോവും. ഇനി എന്തേ മിച്ചമുള്ളൂ? r² ഡിവൈഡഡ് ബൈ r+h ഹോൾ സ്ക്വയർ. ശരിയല്ലേ?
ഇനി ഒരു ആർ സ്ക്വയർ കൊണ്ട് രണ്ടിനെയും കൂടെ ഡിവൈഡ് ചെയ്താൽ മൂളി 1 വരുമല്ലോ. 1 ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ അല്ലേ? അതാണ് ജി പ്രൈം ഡിവൈഡഡ് ബൈ ജി. എന്നാൽ ജി പ്രൈമിലെ വ്യത്യാസം എത്ര കിട്ടി? പുതിയതായി ഉണ്ടാകുന്ന എച്ച് മൂലമുള്ള ജി പ്രൈം എന്ന് പറയുന്നത് ജി ഇൻറ്റു 1 ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയറിന് തുല്യമാണ്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. അവിടം വരെ എഴുതി നടത്തും. ഇനി ബൈനോമിയൽ എക്സ്പാൻഷനൊക്കെ വെച്ച് ചെയ്യണം. മനസ്സിലായി ചെയ്തത്? ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ജിയുടെ വാല്യൂ എടുത്ത് എച്ച് കൂടുതലായപ്പം ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയറിന് എടുത്ത് ജി പ്രൈം ബൈ ജി ചെയ്തു. ഒരു ആർ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ 1 ആയി. അവിടെ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ആറിന് സെപ്പറേറ്റ്ലി ഒരു സ്ക്വയർ അവിടെ വരും. അപ്പം അവിടെ ആർ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് വരും. അപ്പം 1 ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ താഴത്തെ ആർ സ്ക്വയർ ആയതുകൊണ്ട് ഹോൾ സ്ക്വയർ കൊടുത്തു അല്ലേ? അവിടെ വരെ മനസ്സിലായോ? ജി പ്രൈം ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ. അവിടെ വരെ മനസ്സിലായ കാർത്തി? ഈ സ്റ്റെപ്പ് വരെയും ആ സ്റ്റെപ്പ് ഒന്നുകൂടെ പറയാവോ? ഏതാ? ഇപ്പൊ ജി ഇൻറ്റു 1 ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ ആയി ഡിനോമിനേറ്ററിലല്ലേ ഇത് കിടന്നേ? 1 ബൈ എ റേസ് ടു എം എന്ന് പറഞ്ഞാല് അതിനെ ചുമ്മാ എ റേസ് ടു മൈനസ് എം എന്ന് എഴുതത്തില്ലേ? മുകളിലേക്ക് കൊണ്ടുപോയാ പവർ. അറിയാവോ കാർത്തി? അത് 10-ലൊക്കെ ഞാനും കുറെ പഠിപ്പിച്ച. 1 ബൈ 10 റേസ് ടു മൈനസ് 2 ആണെങ്കിൽ അതിനെ മുകളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 10 റേസ് ടു 2 ആയി അല്ലേ പിള്ളേരെ? 2 ഇൻറ്റു 10 1 ബൈ ഇതാണെങ്കിൽ 2 ഇൻറ്റു 10 റേസ് 2 എന്ന് മുകളിൽ കൊണ്ട് എഴുതാലോ. എന്ന് പറഞ്ഞ പോലെ ഈ താഴെ കിടന്ന ഈ ക്വാണ്ടിറ്റീനെ ഞാൻ മുകളിൽ കൊണ്ട് എഴുതിയപ്പോ എന്നാ എഴുതി? അതിന് മൊത്തമായിട്ട് ഒരു മൈനസ് കൊടുത്തു. തെറ്റുണ്ടോ? ഇല്ല. എന്നാ കേക്ക്, ഇതിനൊരു ഫോർമുല ഉണ്ട്. 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു മൈനസ് 2 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതിനെ നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറയും. എന്നാണ്? ബൈനോമിയൽ എക്സ്പാൻഷൻ തിയറം. നിങ്ങൾ കണക്കി പഠിച്ചോളൂ. ഇതിന്റെ ഉത്തരം ഇതാണ്. 1 മൈനസ് രണ്ടാമത്തെ നെഗറ്റീവ് ആവും 2x പ്ലസ് 3x സ്ക്വയർ മൈനസ് 4x ക്യൂബ് പ്ലസ് 5x റേസ് ടു 4. ഇങ്ങനെ അങ്ങ് പോകും. ഒരിക്കലും നിൽക്കുകയല്ല ഇത്. മനസ്സിലായോ? ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ എക്സിന് പകരം നമ്മുടെ ടേം ഏതാണ്? 1 പ്ലസ് എച്ച് ബൈ ആർ ഓൾ റേസ് ടു മൈനസ് 2. അപ്പൊ അതെങ്ങനെയാകും? 1 മൈനസ് 2h ബൈ ആർ പ്ലസ് 3 ഇൻറ്റു എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ പ്ലസ് അങ്ങനെ പോയി അല്ലേ? മൈനസ്, സോറി, മൈനസ്. അങ്ങനെ അങ്ങ് പൊക്കോളൂല്ലോ. ഞാൻ പറയാൻ പോണോ നോക്കണം. എച്ചിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ തന്നെ അതൊരു ചെറിയ വാല്യൂ അല്ലേ? 6 എന്ന് പറഞ്ഞാൽ റേഡിയസ് അല്ലേ ഭൂമിയുടെ? ഇറ്റ് ഈസ് എ സ്മോൾ വാല്യൂ. അപ്പം 6ന്റെ സ്ക്വയർ എടുത്ത് ഡിവൈഡ് ചെയ്താലോ ഇറ്റ് ഈസ് വെരി 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 സ്മോൾ. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള എല്ലാ ടേമും അങ്ങനെ നെഗ്ലക്ട് ചെയ്തേക്കുക. അപ്പൊ പിന്നെ എത്രമാത്രം ഉത്തരമായിട്ട് എഴുതിയാൽ മതി? 1 മൈനസ് 2h ബൈ ആർ. മനസ്സിലായോ? അതാണ് നമുക്ക് ഇവിടെ കിട്ടിയ ജി പ്രൈമിന്റെ വാല്യൂ. ജി പ്രൈം ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ. അതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഇനി ഞാൻ ചോദിക്കട്ടെ, എച്ച് ആറിന്റെ പകുതിയായി എന്ന് വെച്ച്, എച്ച് ആറിന്റെ പകുതി ആയാൽ r/2 ഇൻറ്റു 2 1 ആവും അല്ലേ? അല്ലേ? അപ്പൊ 1 മൈനസ് 1 എത്രയാവും? 0 ആവും. മനസ്സിലായോ?
അല്ലെങ്കിൽ 2h എന്ന് പറയുന്ന 6 ആയി എന്നിരിക്കട്ടെ, അങ്ങനെ എടുത്താൽ മതി. 2h 6 ആയി എന്നിരിക്കട്ടെ. ഇതിനൊക്കെ ചോദ്യം വരാം. r ഡിസ്റ്റൻസ് അകലെയാ, ഭൂമിയിൽ നിന്ന് r ഡിസ്റ്റൻസ് ഹൈറ്റ് കൂടുതലുണ്ട്, അല്ലെങ്കിൽ h r/2 ആണ്. അതിനല്ലേ 2h = r എന്ന് എഴുതിയാലും. അത് കൊടുത്താൽ എങ്ങനെയാകും? g പ്രൈം ഈസ് ഈക്വൽ ടു g ഇൻറ്റു 1 - r/r ആയേലേ. 1 - 1 ആയേലേ. അപ്പൊ എത്രയായി? g പ്രൈം 0 ആയി. അപ്പൊ എവിടെയാണ് റേഡിയസിന്റെ പകുതി ഹൈറ്റ് ഉള്ള സ്ഥലത്ത് ജിയുടെ വാല്യൂ എത്രയാവും? 0 ആവും. അപ്പൊ എർത്തിന്റെ സർഫസിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ ജി കുറയും. എപ്പോഴാണോ ഈ എച്ചിന്റെ വാല്യൂ റേഡിയസിന്റെ പകുതി ആകുന്നത് അവിടെ ജി 0 ആയിരിക്കും. അതുപോലെ ഭൂമിയുടെ സെൻട്രലും ജിയുടെ വാല്യൂ 0 ആയിരിക്കും. ഭയങ്കര വലിയൊരു കൺസെപ്റ്റാ പഠിപ്പിച്ചത്. 2012 മാർച്ചിലെ ചോദ്യമാണിത്. അതാണ് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചില്ലായിരുന്നു. 2012 മാർച്ച് എടുക്കട്ടെ. നൗ 2012 മാർച്ച്. ഓക്കെ. The value of acceleration due to gravity is maximum at the pole, equator, center of earth. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഏറ്റവും കൂടുതൽ പോൾസിലാണോ, ഇക്വേറ്ററിലാണോ, സെന്റർ ഓഫ് എർത്തിലാണോ? ഭൂമിയുടെ പോളും ഇക്വേറ്ററും എന്നാ നിങ്ങൾക്ക് അറിയാവോ? അത് ആദ്യം അറിയണം. എന്നാ പോളിലാണോ സെൻട്രലാണോ എവിടെയാന്ന് പറഞ്ഞ്? ജി മാക്സിമം എവിടെയാന്ന് പറ. പോളിലായിരിക്കും മാക്സിമം. ഇക്വേറ്റർ എന്ന് പറയുമ്പോൾ ഈ വശത്തോട്ട് കുറച്ചുകൂടെ നീണ്ടു വരികയല്ലേ, ഹൈറ്റ് കൂടി പോകും. മനസ്സിലായോ? അപ്പം നമ്മൾ അതെങ്ങനെയാണ് ഒരു പടം ഉണ്ടാക്കി കാണിച്ചു തരാം. ഒരു പ്രത്യേക ഷേപ്പ് കൊടുത്തിട്ടില്ലല്ലോ. അതായത് ഇക്വേറ്ററിന്റെ അങ്ങോട്ട് ഇച്ചിരി പരന്ന് വരും. മനസ്സിലായോ? ഇക്വേറ്ററിന്റെ അവിടെ പോളിലാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഏറ്റവും കൂടുതൽ. ഇനി അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഹൈറ്റ് അറ്റ് വിച്ച് ജി ഈസ് റെഡ്യൂസ്ഡ് ടു g/2. ഏത് ഹൈറ്റിലാണ് g/2 ആകുന്നത്? അപ്പൊ നമ്മൾ എന്നാ ചെയ്യണം? ഈ ജി പ്രൈം എന്ന് എഴുതിയ വാല്യൂവിന് പകരം ഏത് കൊടുക്കണം? g/2 എന്ന് കൊടുത്ത് ചെയ്യണം അല്ലേ? അപ്പൊ നമുക്ക് ചെയ്ത് വരുമ്പോൾ ഒരു എച്ച് കിട്ടും. ആ എച്ചിന്റെ വാല്യൂ 0.414 റേഡിയസ് ഓഫ് എർത്ത് എന്ന് കിട്ടും. ചോദ്യം സി, ഷോ 2010 മാർച്ച്. എ റാറ്റ് ആൻഡ് എ ഹോഴ്സ് ആർ ടു ബി പ്രൊജക്റ്റഡ് ഫ്രം ദ എർത്ത് ഇൻ ടു സ്പേസ്. ഒരു എലീനെ ഒരു കുതിരേനെ എടുത്ത് സ്പേസിലോട്ട് എറിഞ്ഞു. സ്റ്റേറ്റ് വെദർ ദ വെലോസിറ്റി ഈസ് ദ സെയിം ഓർ ഡിഫറെന്റ് ഇൻ പ്രൊജക്റ്റിംഗ് ഈച്ച് ആനിമൽ. ജസ്റ്റിഫൈ. രണ്ടിനെയും മുകളിലോട്ട് എറിഞ്ഞാൽ സെയിം വെലോസിറ്റി ആയിരിക്കുക. സ്പേസിലേക്ക് എറിഞ്ഞു. സ്പേസിലേക്ക് പറ. നിങ്ങൾ സ്കൂളിൽ കേട്ടിട്ടുള്ളതായിരിക്കും ആ ടൈമൊക്കെ. ഒരു എലീനെ ഒരു കുതിരേനെയും കാർത്തിനെയും എന്നെയും ലക്ഷ്മിനെയും പിടിച്ച് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിന് മുകളിൽ സ്പേസ് ഇല്ലേ, അങ്ങോട്ട് ഒറ്റയേറാൻ കൊടുത്തു, ശൂന്യതയിലേക്ക്. അങ്ങനെയെങ്കിൽ ആ ശൂന്യതയിലെ നമ്മളുടെ വെലോസിറ്റി, ഓരോരുത്തരുടെയും വെലോസിറ്റി എങ്ങനെയായിരിക്കും? ഒറ്റ അടിയോടെ ഞാൻ കരുതും ഒരേ വെലോസിറ്റി ആയിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞൊരു സാധനം? 11.2 കിലോമീറ്റർ അത്രയും കണ്ട് എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നേരെ മുകളിൽ ചെല്ലും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം അതേ ഓർബിറ്റിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. സ്പേസ് എന്ന് പറഞ്ഞാൽ അവിടെ ഓർബിറ്റലുകളല്ലേ, ഭൂമിക്ക് ചുറ്റും
ചന്ദ്രൻ കറങ്ങുന്ന പോലെ ഓർബിറ്റ്. അപ്പൊ അവിടെ പോയി 0 ആയില്ലോ, നമ്മൾ സ്പേസിൽ പോയി ചുമ്മാ ഏറ്റ് നിൽക്കുകയല്ലോ. നിങ്ങൾ ആ ഗ്രാവിറ്റി എന്നൊക്കെ പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? അതിന് ചുറ്റും നമ്മൾ എപ്പോഴും എന്നായി, ഒരു ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ അതിന് ചുറ്റും എപ്പോഴും എന്നായി കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പൊ നമുക്കെല്ലാവർക്കും ഒരേ വെലോസിറ്റി ആയിരിക്കും. മാർച്ച് 2012 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ഇതിന്റെ ആൻസർ ചെയ്യണം കേട്ടോ. ചോദ്യം ഞാൻ അയച്ചു തരട്ടെ വാട്സപ്പിലേക്ക്. ഇപ്പം ഉത്തരം അടുത്ത ക്ലാസ്സിൽ കണ്ടുപിടിച്ചോന്ന് പറഞ്ഞു. നിങ്ങളോട് ഞാൻ 1-ാം ചാപ്റ്ററിന്റെ ചോദ്യം തന്നിട്ട് 2-ാം ചാപ്റ്ററിന്റെ ചോദ്യം നിങ്ങൾക്ക് ഞാൻ തന്നോ? ഇല്ല. 1-ാം ചാപ്റ്ററിന്റെ ചോദ്യം മറ്റേതേ നോക്കി എഴുതി തീർത്തോ? ഇല്ല. വേണ്ട കേട്ടോ. നിങ്ങൾ എത്രയും സ്ലോ ആകുന്നു അതിനേക്കാൾ ഇച്ചിരൂടെ സ്ലോ ആകാൻ ഞാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് സമയം തീരെ കിട്ടുന്നില്ലാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾ ചെയ്യാത്തതെന്ന് ഞാൻ വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. എന്നുവെച്ചാൽ ഇവിടെ സമയം ഒത്തിരി കൂടുതലുള്ളത് എനിക്കാണല്ലോ അല്ലേ. ഇപ്പൊ ഫോൺ വന്നത് ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഏകദേശമൊക്കെ നിങ്ങൾ എന്തൊക്കെയോ കേട്ടതല്ലേ. നിങ്ങൾക്ക് ഒട്ടും സമയമില്ല, എനിക്ക് സമയം മിച്ചാണ്. അപ്പൊ ഞാനെല്ലാം ചെയ്യാം. നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം പോളിലാണ് ജി ഏറ്റവും കൂടുതൽ, അത് ഓർത്തിരുന്നോണം. ഇക്വറ്റോറിലോട്ട് പോയാലും അകത്തോട്ട് പോയാലും പുറത്തോട്ട് പോയാലും ജിയുടെ വാല്യൂ കുറഞ്ഞു വരും. സർഫസിലാണ് ഏറ്റവും കൂടുതൽ, അത് പോളിലാണ് ഏറ്റവും കൂടുതൽ. ഇത് എഴുതിയെടുത്തായിരുന്നോ?